ഇതാണ് ഇതിൻ്റെ മെയിൻ ടാർഗറ്റ്. ഈ സൈഡ് മാത്രം നൂലുണ്ടാണ്, പക്ഷെ ഇങ്ങോട്ടേക്ക് കട്ടുണ്ട്. ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷമൊക്കെ? പിന്നെ ഇന്ന് മുതൽ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങുകയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കാണ് മെയിനായിട്ട് വീഡിയോസും കാര്യങ്ങളും ഇടൽ. അപ്പം ഞാനിന്നൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബാംഗ്ലൂരിൽ നിന്ന് നേരെ തമിഴ്നാട്, അയ്യർവാടി, നാഗൂർ, മുത്തുപ്പേട്ട അങ്ങനത്തെ ഏരിയകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഏകദേശം സമയം 1:10. ഓക്കെ, അപ്പോൾ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് വണ്ടി എടുത്ത് പോകണം. എൻ്റെ പേര് 4 ആളുണ്ട്, അളിയനടക്കം 4-5 ആൾക്കാരുണ്ട്. അപ്പോൾ അവരും പോവാണ്, അപ്പോൾ കൂട്ടത്തിൽ ഞാനും പോകണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഊബറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ പേജിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും കേട്ടോ. അപ്പം നീ നേരെ വണ്ടിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് കണ്ടോ, മൊത്തം പൊടി പിടിച്ച് കിടക്കുക. നോക്കി, പൊടിയാണ് കൈമ മുഴുവൻ. അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ അവസ്ഥ ഇതാ, മൊത്തം കച്ചറയാണ്. ഇവിടെ നിർത്തിയിട്ടുള്ള പ്രശ്നമാണിത്. മൊത്തം കച്ചറ പിടിച്ചിട്ട് ഉണ്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഒറ്റ ബക്കറ്റ് വെള്ളം കൊണ്ട് പരിപാടി ചേർത്ത് ഗൾഫിലെ കഴിയുക മാതിരി കഴിയതാ. ഓക്കെ, അപ്പോൾ സംഗതി കുട്ടപ്പനായല്ലേ. ഇനി ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇവിടെ എടുക്കണമല്ലോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ടാർഗറ്റ്. ഈ സൈഡ് മാത്രം നൂലുണ്ടാണ്, പക്ഷെ ഇങ്ങോട്ടേക്ക് കട്ടുണ്ട്. അവിടെ എത്തൂലേ, പോയി വരാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. പോയി വരാൻ കഴിയും, അപ്പോൾ പോയി വരാം. ഓക്കെ, മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ആരെങ്കിലും ഇതുപോലെ ഏർവാടി, കുത്തിപ്പെട്ട അങ്ങനത്തെ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, പറഞ്ഞോണ്ടാ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ഇവിടുന്ന് പോകുന്നത്, നാട്ടിൽ നിന്ന് പോയിട്ടില്ല, ഇവിടുന്ന് പോയിട്ടില്ല. അപ്പോൾ നേരെ ഇനി അവരൊക്കെ പിക്ക് ചെയ്യണം. നേരെ വിട്ടല്ലോ പോലെ. അപ്പോൾ ഇതേ ഏകദേശം HSR കഴിഞ്ഞു ഇങ്ങനെ പോവാണ്. ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ ഒരു നമ്മളെ ഈ കൃഷ്ണ ജയന്തിയോ അങ്ങനൊക്കെ ഒരു ജയന്തി ഇല്ലേ, അതുപോലെ ഇവിടെ എന്തോ ഒരു ജയന്തിയാണ് ബാംഗ്ലൂർ. അപ്പോൾ അതിന് പേര് ഞാൻ മറന്നുപോയി. രാത്രിയൊക്കെ ഭയങ്കര ലൈറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2 ദിവസം ഇവിടെ ലീവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ തിരക്ക് കുറവ് കേട്ടോ. ഞാനിപ്പോൾ സിൽക്കിലെത്തിയിട്ടാണ്, സിൽക്ക് മെട്രോ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പോണത് നേരെ ജെ.പിന്ന് ആളിന് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ കൊണ്ട് ഓരെ പോയി പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ ഒരു 3 മണി, ഇപ്പോൾ ഒരു 2 മണിയായി, 3 മണി 3:30 ആകുമ്പോഴത്തേന് ഇവിടുന്ന് ഇറങ്ങും. എന്നാൽ പിന്നെ രാത്രി ഇങ്ങനെ സുഖമായിട്ട് പിടിക്കാമല്ലോ. യാത്രയ്ക്ക് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായം കേട്ടോ, ഏറ്റവും നല്ലത് ഇത് രാത്രിയാണ്. കാരണം ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല. സുഖമായിട്ട് പോയിട്ട് പോരാം, അവിടെ എത്തിയെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി കാര്യങ്ങളൊക്കെ എല്ലാം ആളുകളൊക്കെ കണ്ട് കഴിഞ്ഞ് അതിനനുസരിച്ച് ഇങ്ങനെ പോരാ. പിന്നെ ഈ എൻ്റെ അളിയ മൂല്യല്ല, അപ്പോൾ ഈ മൂല്യന്മാരെ കൂടെ പോകുമ്പോൾ നമ്മൾ കാണാത്ത കുറേ സാധനങ്ങൾ കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പോണത്. അതിന് കുറേ സ്ഥലം അറിയാം. അപ്പോൾ മൂപ്പരാക്കൻ്റെ കൂടെ ഇങ്ങോട്ട് പോയി എടുത്താൽ അതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ട ഞങ്ങൾ ജെ.പി. നഗർ എന്ന് കൊടുക്കുന്ന ഒരു മാളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഈ ലെഫ്റ്റിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡാണ്. അങ്ങനെ 2 സൈഡിൽ നിന്ന് മരങ്ങള്, തണല്, ഒരു വേറെ വൈബ്. അത് ഒരു പ്രീമിയം ഏരിയ ആണ്. ഇവിടുന്ന് ലെഫ്റ്റിക്ക് അങ്ങോട്ട് കയറി, ഇത് ജെ.പി. നഗറാണ്. നേരെ പോയാൽ ജെ.പി. മെട്രോ സ്റ്റേഷന് ആ റോഡാണിത്. ഓക്കെ, ഇല്യാസ് നഗർ ഈ ഏരിയക്കാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാന്ന് ഞാൻ പറഞ്ഞ സ്ഥലതാണ്. ആണോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഓക്കെ, ആണോ, 2 സൈഡിൽ നിന്ന് മരവും, നല്ല വൃത്തിയാണ് ഇവിടെ. അമ്മാതിരി അടിപൊളി സ്ഥലം. പിന്നെ പബ്ബ് കാര്യങ്ങള് എല്ലാ കുന്തുണ്ട്. അങ്ങനെ വണ്ടിയും കൊണ്ട് കലാശിപ്പാളെ എന്തൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ടയറൊക്കെ അലോ വീൽസ് ടയറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചായ നിർബന്ധമാണ്. ഈ സാധനം എന്താ ചായ കുടിച്ചുള്ള തുടക്കം. ഈ സാധനം ഇവിടെ ബാംഗ്ലൂരാരെ ഫേമസ് സാധനമാണ്. ഇത് എല്ലായിടത്തും പള്ളി ഇരിഞ്ഞാലും കിട്ടും, എല്ലായിടത്തും കിട്ടും സാധനം. അപ്പം ഇനി ചായ കുടി കഴിഞ്ഞ് യാത്ര പറയാം. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, തമിഴ്നാട്
ബാംഗ്ലൂരിൽ നിന്ന് തമിഴ്നാട് കുറച്ച് വിടാനുള്ളൂ, ബോർഡറാണുണ്ടോ. ഓരോ ടീ രണ്ടാമത്തെ ചായയാണ്. അയ്യോ വണ്ടിയിലൊക്കെ വന്നത്. തമിഴ്നാടു കുറച്ചോട്ട് അനങ്ങുമ്പോത്തിന് എന്താ ഓണടി ഓരോരുത്തര് വയനാട് കയറി. എൻ്റെ ഇത് മറ്റേ ഞങ്ങള് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാ ഉണ്ടോ വണ്ടി അവിടെ. അപ്പോൾ ഇതുള്ളത് ഇപ്പം ഇത് കേരവണ്ടിയാണല്ലോ ഉണ്ടോ, കേരളക്കാരാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ എന്താ തമിഴ് മൊത്തം തമിഴ്. അപ്പോൾ തമിഴിൽ പുരിഞ്ചോ, ഇത് തമിഴ്നാടാണുള്ളത്. ഓക്കെ നമ്മളെ വണ്ടി ഇതാ അവിടെ. ഓക്കെ പിന്നെ ജ്യൂസ് കുടിക്കട്ടെ കേട്ടോ. തമിഴ്നാട് നമ്മൾ പിന്നെന്താ പറയുക ഒരു പള്ളീൻ്റെ മുന്നിൽ നിർത്തുക കേട്ടോ. സമയം ഏകദേശം 8:30. അപ്പോൾ ഇവിടെ മക്കാമൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ ഞങ്ങൾ ബസ്സിൻ്റെ വണ്ടി അങ്ങനെ തമിഴ്നാട്ടിൽ എത്തിയാണ് ഹോട്ടൽ. ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് അത്ര മുന്നോട്ട് പോവാം. ഓക്കെ അങ്ങനെ ദോശ ഉണ്ടെന്ന് തോന്നുന്നു, ദോശ കഴിച്ച് പോവാം. ദോശ കൊടുത്തു എടാ അണ്ണാ മുരിഞ്ഞ ദോശ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ദോശ കുഴപ്പമില്ല. നോക്കാം ഇനി ഇവിടുന്ന് അടുത്ത ഫുഡ് കഴിക്കാൻ പോവാണ്. നേരെ ഫുഡ് കഴിച്ച് അടുത്ത് ഫുള്ള് ഫുഡികളാണ്. ആ നിൽക്കുന്നൊക്കെ ഫുഡികളാണ്. പിന്നെ ഇതിൽ പ്രത്യേകത എന്താ പറയുക, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ ഉള്ളതൊക്കെ എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് അത് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ പോകല്ല എന്നാൽ അത് വേറെ ലെവലാണ്. 12:30 ചായ ഇതിനുള്ളത് ഏതോ രാജ്യത്ത് ഇത് എത്രാമത്തെ ചായ കൂടിയാണ് എണ്ണിക്കോളിട്ടോ. അടുത്ത ചായ ഇനിയൊരു 37 കിലോമീറ്റർ. ഈ റോഡ് വളരെ മോശം. ലാസ്റ്റിക്ക് ഇല്ല. ഇതെന്താ വട, പരിപ്പ് വട, ചായ മൂത്താശാനുള്ള. അങ്ങനെ ഗൈസ് നാഗൂറിൻ്റെ മുഖമുദ്ര ഉണ്ടത്. അതെ നാഗൂർ ഇതേ 458 കിലോമീറ്റർ താണ്ടി എത്തിയിരിക്കുകയാണ്. ഓക്കെ നമ്മളെ ചെക്കൻ 458 കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ട് ഗൈസ് ഇവിടെ പള്ളി തുറക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് ഉറങ്ങിയിട്ടില്ല. ഇനി റൂം എടുക്കാനായിട്ട് ഉറങ്ങണം. നല്ല നേരത്തെ ഇനി മെല്ലെ ഇറങ്ങണം കേട്ടോ. ഇതാണ് സംഭവം. നോക്കിക്കേ ചെറുകൻ്റെ ഉള്ളിലുള്ള പള്ളിയാണ്. പള്ളീൻ്റെ ഇതാണ് നോക്കി അടിപൊളി. ഗൈസ് ഞാനങ്ങനെ ഇതേ നാഗൂർ പള്ളീൻ്റെ ഉള്ളിലുണ്ട്. സ്കലതമയാകുമ്പോൾ എത്തി 4:45 ഇവിടെ എത്തി. 458 കിലോമീറ്റർ ഓടി നേരെ പോകുന്ന. ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇനി ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഒരു റൂം എടുക്കണം, ഒന്ന് കിടന്നുറങ്ങണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ അടുത്തത് ഇവിടുന്ന് നേരെ ആകൂർ മുത്തുപ്പേട്ട, മുത്തുപ്പേട്ടാന്ന് തോന്നുന്നു. മുത്തുപ്പേട്ട പിന്നെ ഏറുവാടി ഇങ്ങനെ പോകാം. അപ്പോൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒന്നുമില്ല, യാത്ര, ചായ കുടി, ഇതന്നെ ഇവിടെ വരിക. ഈ ഒരു പരിപാടി ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഓക്കെ, ബൈ ബൈ.